ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കുരുന്നുകളെ സ്മാർട്ടാക്കാൻ അങ്കണവാടികളും സ്മാർട്ടാകുന്നു. കെട്ടിടത്തിലും പഠനരീതിയിലും സൗകര്യങ്ങളിലുമെല്ലാം അടിമുടി മാറ്റം. മട്ടന്നൂരിലും സ്മാർട്ട് അങ്കണവാടികൾ പുതുമ തൂവുകയാണ്. പഴമയുടെ കെട്ടിടങ്ങൾ നീങ്ങി, പകരം വിദേശ മോഡൽ. സ്ഥലപരിമിതി അനുസരിച്ച് 10-7-5 സെന്റുകളിലാണ് നിർമ്മിക്കുന്നത്. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാനും മികവിൽ മുന്നേറാനുമുള്ള സൗകര്യങ്ങളാണ് മട്ടന്നൂർ നഗരസഭയിലെ ഇടവേലിക്കൽ ദേവർക്കാട് അംഗനവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ സമഗ്രമായ ശാരീരിക മാനസിക വികാസം ഉറപ്പുവരുത്തും വിധമാണ് സ്മാർട്ട് അംഗനവാടികളുടെ രൂപകൽപ്പനയും പ്രവർത്തനവും. പഠനമുറി, വിശ്രമമുറി, ഭക്ഷണമുറി, അടുക്കള, സ്റ്റോർ റൂം, ഇൻഡോർ ഔട്ട്ഡോർ കളിസ്ഥലം, ഹാൾ, പൂന്തോട്ടം, ചുമരുകളിൽ കുരുന്നുകളുടെ ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ തുടങ്ങിയ എല്ലാമുണ്ട്. അങ്കണവാടികളുടെ അടിസ്ഥാന സൗകര്യത്തിലും കരിക്കുലത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് സ്മാർട്ട് അങ്കണവാടികൾ ഒരുക്കിയിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ പഴയ അങ്കണവാടി സങ്കല്പങ്ങളെ പാടെ തിരുത്തിയ കാഴ്ചകളാണിവിടെ. മട്ടന്നൂരിൽ നിർമ്മിച്ച അങ്കണവാടികൾ കെ ശൈലജ MLA, നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. സംസ്ഥാനത്തുടനീളം നമുക്ക് പറയാം. ആ സൈഡില് സംശയം മട്ടന്നൂരിലേതുൾപ്പെടെ ഇത്തരത്തിലുള്ള 30 അങ്കണവാടികളാണ് വ്യാഴാഴ്ച സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം മട്ടന്നൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സ്പീക്കർ AN ഷംസീർ, കെ ശൈലജ MLA, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.